ജീവിതം തുടരാൻ രാജേന്ദ്രന് വേണം മുച്ചക്രവാഹനവും സഞ്ചാരയോഗ്യമായ വഴിയും. ഉറിയാക്കോട് നെടിവിള സ്വദേശി 40-കാരൻ രാജേന്ദ്രനാണ് തുടർ ജീവിതത്തിനായി സുമനസ്സുകളുടെ സഹായം തേടുന്നത്. ചില ജീവിതങ്ങൾ ഒരു ദുരന്ത കഥ പോലെ ഇരുളടഞ്ഞതാണ്. ചിരിമാഞ്ഞ് പ്രതീക്ഷകളകന്ന് ശൂന്യമായ ജീവിതം. ഉറിയാക്കോട് നെടിയവിള പച്ചക്കാട് വിള പുത്തൻവീട്ടിൽ 40 വയസ്സുള്ള രാജേന്ദ്രനാണ് ദൃശ്യങ്ങളിൽ. ശരീരത്തിൽ ജീവൻ നിലനിൽക്കുന്നതുകൊണ്ട് മാത്രം ജീവിക്കുന്നൊരാൾ. രാജേന്ദ്രന്റെ വാക്കുകൾ കടമെടുത്താൽ മരിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് ജീവിക്കുന്നൊരാൾ. 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് രാജേന്ദ്രന് പോളിയോ പിടികൂടിയത്. കൈകാലുകൾ ശോഷിച്ച് ചലനശേഷി നഷ്ടപ്പെട്ട് കുറേ നാൾ ഒരേ കിടപ്പ്. പഠനം മുടങ്ങി. കളിയും ചിരിയും ചങ്ങാതിമാരും പുറം ലോകവുമായുള്ള ബന്ധവുമെല്ലാം വഴിയടഞ്ഞില്ലാതായി. അച്ഛനും അമ്മയും ഒരു സഹോദരനും ഉണ്ടായിരുന്നു രാജേന്ദ്രന്. ശരീരവും മനസ്സും വേദന കൊണ്ട് പുകയുമ്പോൾ ആശ്വസിപ്പിക്കാൻ, പ്രാഥമിക ആവശ്യങ്ങൾക്ക് കൈത്താങ്ങാകാൻ, ഭക്ഷണം നൽകാൻ ഒക്കെയും വീട്ടുകാരുണ്ടായിരുന്നപ്പോൾ ഏറെ ആശ്വാസമായിരുന്നു. ഒന്നിനു പുറകെ മറ്റൊന്നായി ഉറ്റവർ മരണപ്പെട്ടതോടെ വൈകല്യ ജീവിതത്തിൽ രാജേന്ദ്രൻ ഒറ്റപ്പെട്ടു. എൻ്റെ പേര് ശിവരാജൻ എന്നാണ്. ഞാൻ ഈ രാജേന്ദ്രൻ്റെ വീടിൻ്റെ തൊട്ട് മേളിലാണ് താമസം. എൻ്റെ ചെറുപ്രായം മുതലേ കുടുംബമായിട്ട് എനിക്കറിയാമെന്നുള്ളതാണ്. ഇപ്പോഴത്തെ അവൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ അവനാരുമില്ല, അച്ഛനില്ല, അമ്മയില്ല, കൂടപ്പുറപ്പ് ആരുമില്ല. ഏകനായിട്ട് ഈ വീട്ടിലാണ് താമസം. പുറം ലോകമായിട്ട് ഈ പുള്ളിക്ക് ഒരു ബന്ധമില്ലാത്ത രീതിയിലാണ് ഇരിക്കുന്നത്. പിന്നെ ഇപ്പോൾ അവന് ഏക വരുമാനം എന്ന് പറഞ്ഞത് ഈ പെൻഷൻ മാത്രമേ ഉള്ളൂ. അതിപ്പോൾ ഗവൺമെൻറ് 5 മാസം കൊണ്ട് അയാൾക്ക് മാത്രമെന്നല്ല ഒരുപാട് കിട്ടാനുമുണ്ട്. അത് വിഷയമല്ല. പക്ഷേ ഇയാളുടെ കേസ് എന്ന് പറഞ്ഞാൽ വളരെ ദയനീയതയാണ്. ആരും ഒന്ന് സഹായിക്കാനില്ല, ഒരു ഗ്ലാസ് ചായ കൊടുക്കാനോ ആഹാരത്തിന് പോലും വളരെ ബുദ്ധിമുട്ട്. വെളിയിലുള്ള ആൾക്കാരുമായിട്ട് ഒന്ന് കാണാനോ സംസാരിക്കാനോ ഒന്നിനും അവനെ കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ അവൻ എൻ്റെ അടുക്കെന്നല്ല പലരിടത്തും പറഞ്ഞിട്ടുണ്ട്. അവനൊരു 3 വീല് സൈക്കിള്, ഒരു മോട്ടർ വെച്ചുള്ള സൈക്കിൾ കിട്ടിയാൽ റോഡ് ഇത്തിരി ആ സൈക്കിൾ പോകത്തക്ക വഴി ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവൻ ലോട്ടറി കച്ചവടം ചെയ്തെങ്കിലും ജീവിക്കും എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ചെറുപ്പക്കാരന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ ഇവിടെ പല വഴിക്കും പല രീതിയിലും നോക്കിയിട്ട് അവനൊരു മുന്നേറ്റം ഇവിടെ നിന്ന് കിട്ടുന്നില്ല, ഒരു രീതിയിൽ നിന്നും കിട്ടുന്നില്ല. അപ്പോൾ അവൻ കേൾക്കണം ഇനി ഞാൻ എന്ത് ചെയ്യട്ടെ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. നമ്മളൊക്കെ കൂലി വേലക്കാരാണ്. ഈ പറയുന്നത് നമുക്ക് പോലും പണിയില്ലാതെ നിൽക്കുകയാണ്. നമുക്ക് പിന്നെ മോനുണ്ട്, വീട്ടുകാരുണ്ടെന്നുള്ള ഒരു ചിന്തയെങ്കിലുണ്ട്. ഇത് അതുപോലും ഇല്ല. ഇത് ഈ ചുറ്റുവട്ടാരത്തുള്ള ഏകദേശപ്പെട്ട ജനങ്ങൾക്കും നാട്ടുകാർക്കും അറിയാമെന്നുള്ളൊരു കേസാണ്. കീഴ്ക്കാൻ തൂക്കായ ആൾപ്പാർപ്പില്ലാത്ത 7 സെന്റ് ഭൂമിയിലെ മൺകട്ട കൊണ്ട് കെട്ടിയ വീട്ടിനുള്ളിൽ വിധിയോട് മത്സരിച്ച് ഒറ്റയാൾ പോരാട്ടം. ആഹാരവും ആവശ്യത്തിന് വസ്ത്രങ്ങളുമില്ല. പോളിയോ കവർന്ന് ബാക്കി വന്ന നേർത്ത കൈകാലുകൾ വലിച്ചിഴച്ച് വീടിൻ്റെ ഇരുണ്ട കോണിൽ നിന്ന് വരാന്തപ്പടി വരെ നിരങ്ങി നീങ്ങും. അവിടെ ഇരുന്ന് കാണുന്ന റബ്ബർ മരങ്ങളും ആകാശവും. അതാണ് കഴിഞ്ഞ 33 വർഷമായി രാജേന്ദ്രനെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന ഏക കാഴ്ച. സർക്കാർ കഴിഞ്ഞ് എന്തെങ്കിലും കാര്യങ്ങൾ ഈ കുട്ടിക്ക് വേണ്ടി ഒരു ജീവനല്ലേ വേണ്ടി ചെയ്യണം. വീടില്ല, അപ്പോൾ അവരിപ്പോൾ വീടൊന്നും വേണ്ട, ഇതായാലും മതി. പക്ഷെ അവന് കൃത്യമായുള്ള പെൻഷനെങ്കിലും കൊടുത്താൽ അവൻ കഞ്ഞി കുടിച്ച് കിടക്കും. റോഡിൽ പോകാൻ അവനെ കൊണ്ട് ഇവിടെ നിന്ന് സ്വന്തമായി അഴിച്ച് പോകാനൊന്നും പറ്റില്ല. ഞങ്ങളൊക്കെ അങ്ങ് താഴെ റോഡിലാണ് താമസിക്കുന്നത്. ഇവന് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടെ നിന്ന് ആരെങ്കിലും വന്ന് പറഞ്ഞാലേ ഞങ്ങളൊക്കെ അറിയുള്ളൂ. ആ ഒരവസ്ഥയിലാണ്. അതിന് സർക്കാരിൻ്റെ എല്ലാ ജനപ്രതിനിധികളുടെയും ഒരു രാഷ്ട്രീയമൊന്നും നോക്കാതെ ഇങ്ങനെ ഒരു കുടുംബത്തിനെ സഹായിക്കാൻ താഴ്മയായി അപേക്ഷിക്കുക. വികലാംഗ പെൻഷനെ മാത്രം ആശ്രയിച്ചുള്ള ജീവിതം. 5 മാസമായി പെൻഷനും കിട്ടിയിട്ട്. ആരെയും ആശ്രയിക്കാതെ ആഹാരത്തിനുള്ളതെങ്കിലും കണ്ടെത്തണം. അത് പറയുമ്പോൾ രാജേന്ദ്രൻ ഉള്ളിൽ തടഞ്ഞു നിർത്തിയ സങ്കടം വാക്കുകളോടൊപ്പം ചോർന്നു പോകുന്നത് വേദനയോടെ തിരിച്ചറിയാം. ഇത് സൂക്കേട് പോളിയോ വന്ന് 3 പഠിച്ചോണ്ടിരുന്നപ്പോൾ പോളിയോ വന്ന് അങ്ങനെ ഇരുന്നപ്പോൾ പിന്നെ 3 പിന്നെ നിർത്തി. പിന്നെ അച്ഛനുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, ചേട്ടനുണ്ടായിരുന്നു. എല്ലാവരും മരിച്ചുപോയി. ഇപ്പം ഞാൻ ഒറ്റയാണ്. ആഹാരം ബുദ്ധിമുട്ടാണ്. വീട് പഞ്ചായത്ത് എഴുതി കൊടുത്ത് ഒന്നും കിട്ടണില്ല. അമൗണ്ട് അന്നപ്പോൾ എഴുതി കൊടുത്താൽ ഇന്നുവരെ കിട്ടിയില്ല. എനിക്ക് പോകേണ്ട ആവശ്യം ഒരു വണ്ടിയാണ്, ഓട്ടോ എടുപ്പിച്ച. അത് കിട്ടിയാൽ പാകി കുറിക്കാൻ തുടച്ചാൽ ജീവിക്കാം. വഴി ഇത് രണ്ടുമാണ് ആവശ്യം. അപ്പുറത്തോട്ട് ചെറിയ വഴിയേ ഉള്ളൂ, നല്ല വഴിയില്ല. ഇല്ല. അമ്മ ജീവിച്ചിരുന്നപ്പോൾ വീടിന് അപേക്ഷ നൽകിയിരുന്നെന്നും കിട്ടാത്തതിനാൽ പിന്നെ ശ്രമിച്ചില്ലെന്നും രാജേന്ദ്രന് വീടല്ല ഇപ്പോൾ ആവശ്യം. ആർക്കും ബാധ്യതയാകാതെ അന്നത്തിനുള്ള വക കണ്ടെത്താൻ ഒരു ജീവിതമാർഗം, ഒരു മുച്ചക്രവാഹനവും അത് കടന്നുപോകാൻ വഴി സൗകര്യവുമായാൽ ലോട്ടറി ടിക്കറ്റ് വിറ്റ് ഭക്ഷണത്തിനുള്ളത് കണ്ടെത്താം.
രാജേന്ദ്രൻ തൻ്റെ ഈ ആവശ്യം നാട്ടുകാരിൽ ചിലരോട് പറഞ്ഞെങ്കിലും കൂലിവേല ചെയ്ത് കഷ്ടിച്ച് ജീവിക്കുന്നവർക്ക് പരിഹരിക്കാവുന്ന പ്രശ്നമല്ലിത്. പഞ്ചായത്തിലും ജനപ്രതിനിധികളോടും ഇക്കാര്യം ബോധ്യപ്പെടുത്തിയിട്ടും ഫലമുണ്ടായില്ല. ഞാൻ രാജേന്ദ്രൻ്റെ വീട്ടിലാണ് ഇപ്പം നിൽക്കുന്നത്. അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ വളരെ ശോചനീയമാണ്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വരുമാനമില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് അവന് ഇപ്പോൾ ഒരു ലോട്ടറി കച്ചവടം ചെയ്യാൻ വേണ്ടിയുള്ള താല്പര്യമുണ്ട്. പക്ഷേ അതിന് അവൻ്റെ വീട്ടിലത്തേക്ക് ഒരു വാഹനം തിരിച്ചു വരില്ല. വാഹനം എന്ന് പറഞ്ഞാൽ അവന് ഇപ്പോൾ പറയുന്നത് ഒരു 3 വീൽ വണ്ടി, മോട്ടോർ വെച്ച ഒരു വണ്ടി ഉണ്ടെങ്കിൽ അവൻ ലോട്ടറി കച്ചവടം ചെയ്തെങ്കിലും ജീവിച്ചു കൊള്ളാം എന്നാണ് അവൻ്റെ തീരുമാനം. പക്ഷെ അതിനുള്ള സാഹചര്യം പോലും ആ വഴി ഇങ്ങോട്ട് ഇല്ല. അതെങ്കിലും ഒന്നുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വേറെ ആഹാരത്തിൻ്റെ വരുമാനം അതിലൊന്ന് അവൻ ഉണ്ടായിക്കോളും. വിശപ്പിനപ്പുറം 33 വർഷം ഒരു വീടിൻ്റെ ഉള്ളിൽ നിരങ്ങി നീങ്ങി ജീവിതം വെറുത്തുപോയ ഒരാൾ മനസ്സിൽ മെനഞ്ഞെടുത്ത പുറം ലോകത്തേക്കുള്ള വഴിയാകാം മുച്ചക്രവാഹനവും ലോട്ടറി കച്ചവടവും. ഒരുപക്ഷെ ആ സ്വപ്നമാകാം ഉണരാൻ അയാളെ പ്രേരിപ്പിക്കുന്ന ഏക കാരണവും. രാജേന്ദ്രൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നമുക്കും പരിശ്രമിക്കാം. നിങ്ങളുടെ ചെറിയ സാമ്പത്തിക സഹായങ്ങൾ രാജേന്ദ്രൻ്റെ പേരിൽ കാനറ ബാങ്കിൻ്റെ വെള്ളനാട് ശാഖയിൽ ആരംഭിച്ചിട്ടുള്ള 40000100000244 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക. IFSC കോഡ് CNRB 00140008. നിങ്ങളുടെ സഹായങ്ങൾ നേരിട്ടും എത്തിക്കാം. വിളിക്കേണ്ട നമ്പർ 9961208707.